എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്തും, എന്തെല്ലാം രാഷ്ട്രീയ പ്രസ്താവനകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ വെച്ച് നടത്തുന്ന ഓരോ പ്രസ്താവനകളും അതേറെ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുള്ളതായിരിക്കാം, രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ളതായിരിക്കാം. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തന്നെ സ്വാധീനം ചെലുത്തുന്നതുമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമുക്ക് കാണാം, ഒരു പോലീസിൻ്റെ വാഹനമിതാ പ്രധാനമന്ത്രി വരുന്ന ആ പ്രധാന വഴിയിലൂടെ വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്നതിൻ്റെ സൂചനയായിട്ട് വേണം നമുക്കതിനെ കാണുവാൻ. കാത്തിരിക്കുന്ന ജനങ്ങൾ അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഈ പാലക്കാടിൻ്റെ 40 ഡിഗ്രി ചൂട് വകവയ്ക്കാതെ റോഡിൻ്റെ ഇരുവശത്തും പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് അപ്പുറം നിന്നുകൊണ്ട് ആ 2 കിലോമീറ്റർ ദൂരം ആളുകളെല്ലാം പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ആ ഒരു നിമിഷത്തിനുള്ള കാര്യം. ഇവിടെ റോഡ് ഷോ അല്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വാഹനത്തിൽ കടന്നു പോകുന്ന പ്രധാനമന്ത്രി ഒരുപക്ഷെ അവരെ അഭിവാദ്യം ചെയ്തേക്കുമെന്ന ഒരു പ്രതീക്ഷയാൽ തൃശ്ശൂരിൽ റോഡ് ഷോ നേരത്തെ നിശ്ചയിച്ചാണെങ്കിൽ പാലക്കാട് അങ്ങനെ ഒരു റോഡ് ഷോ അല്ല. പക്ഷേ 2 കിലോമീറ്റർ ദൂരം അദ്ദേഹം കാറിൽ വരുമ്പോൾ ആ കാത്തിരിക്കുന്ന പ്രവർത്തകരെ നിരാശരാക്കില്ല എന്നൊരു പ്രതീക്ഷയാണ് അവരൊക്കെ തന്നെ. ആ ഒരു പ്രതീക്ഷയിലാണ് അവരൊക്കെ തന്നെ ഈ 40 ഡിഗ്രി ചൂടിനെയും വകവയ്ക്കാതെ, പാലക്കാടിൻ്റെ ഉരുകുന്ന ചൂടിനെ വകവയ്ക്കാതെ ഈ റോഡിൻ്റെ ഇരുവശത്തുമായി പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുന്നത് എന്നത് പ്രധാനമായിട്ടും ഈ ഒരു ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനായി ഈ നാട്, ഈ BJP പ്രവർത്തകർ എത്രമാത്രം കാത്തിരിക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കൂടി വേണം കാണുവാൻ. എന്താണെങ്കിൽ അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുതന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇനി ഏത് ദിശയിലാകും രാഷ്ട്രീയ ചർച്ചകൾ പോവുക എന്നതിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒന്ന്. നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, അതിനുള്ള മറുപടി പ്രധാനമന്ത്രി തന്നെ നൽകുമോ? പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്തായിരിക്കും? പ്രധാനമന്ത്രി എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തുമോ? കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമെതിരെ മുൻപ് ഉന്നയിച്ചതിനപ്പുറം അതാ വാഹനവ്യൂഹം കടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ പതിയെ ജനങ്ങൾക്കിടയിലൂടെ, കാത്തിരിക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ ആ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. പാലക്കാടിൻ്റെ പൊള്ളുന്ന ചൂടിനെ വകവയ്ക്കാതെ കാത്തിരിക്കുന്ന ആ പ്രവർത്തകർക്കുടെ ഇടയിലൂടെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇതാ പ്രധാന വേദിക്കരികിലേക്ക് കടന്നു വരികയാണ്. മെല്ലെ മെല്ലെ കടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ അദ്ദേഹത്തിൻ്റെ കാറാണ് ആ പുറകിൽ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഇരുവശത്തും കാത്തിരിക്കുന്ന ജനങ്ങൾ, അവർക്കിടയിലൂടെ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. പാലക്കാടിൻ്റെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ ആർപ്പ് വിളികളോടെ, ആ മുദ്രാവാക്യത്തോടെ സ്വീകരിക്കുകയാണ് ഈ റോഡിൻ്റെ ഇരുവശത്തുള്ളവരും ഈ വേദിക്കരികിലെല്ലാം തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ഒരൊറ്റ പേരിലേക്ക് ഇവിടെ ഇതാ തന്നെ കണ്ഠങ്ങൾ ഒന്നിച്ചുയരുകയാണ്. അതേ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇതാ പ്രധാന വേദിയിലേക്ക്, പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കോട്ട മൈതാനിയിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷേ വാഹനത്തിലിരുന്ന് റോഡിന് ഇരുവശവുമുള്ള പ്രവർത്തകരെ കൈവീശി കാണിക്കുന്നുണ്ട് പ്രധാനമന്ത്രി. വലിയ ആവേശത്തിലാണ്. എല്ലാവർക്കും കോട്ട മൈതാനിക്കുള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പ്രവേശിക്കാൻ കഴിയാത്തവർ റോഡിന് ഇരുവശവും കാത്തിരിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി. അവരെ വാഹനത്തിലിരുന്ന് തന്നെ കൈവീശി കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ പാലക്കാട്ടെ കോട്ട മൈതാനിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ 12 മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ അണിനിരന്നിട്ടുണ്ട്. ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ അണിനിരന്നിട്ടുണ്ട്. ആ വേദിയിലേക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം എത്തും. അദ്ദേഹം അവിടെ സംസാരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും ആവേശം പകരുന്ന തരത്തിലുള്ള വാക്കുകൾ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ സാഹചര്യങ്ങൾ NDAക്ക് അനുകൂലമാണ് എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് ഉണർവേകാൻ, ഊർജം പകരാൻ എന്തൊക്കെ പ്രധാനമന്ത്രി പറയുന്നു എന്നത് കാത്തിരിക്കുകയാണ് BJP പ്രവർത്തകർ. വലിയ ആവേശത്തിലാണ് BJP ക്യാമ്പ്. പ്രധാനമന്ത്രി ഈ മാസം തന്നെ ഈ ഒരു മാസത്തിനിടയിൽ തന്നെയുള്ള രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ വരവാണ്. വലിയ ആവേശമാണ്. അത് BJP പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെ പ്രധാനമന്ത്രി പറയുന്നു? ഇപ്പോൾ ഇവിടെ UDF തീർത്തിരിക്കുന്ന ഡീൽ ആരോപണം ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതിനൊക്കെ പ്രധാനമന്ത്രിയുടെ മറുപടി എന്താണ് എന്നത് കേൾക്കണം. എന്ത് അജണ്ടയാണ് പ്രധാനമന്ത്രി സെറ്റ് ചെയ്യാൻ പോകുന്നത്
പോകുന്നത് NDAക്കായി എന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും. എന്തായാലും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കോട്ട മൈതാനിക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മുഖ്യവേദിയിലേക്ക് എത്തും. അവിടെ BJP സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുകയാണ്. ഘടകകക്ഷി നേതാക്കളെ ഉൾപ്പെടെ നമുക്ക് വേദിയിൽ കാണാമായിരുന്നു. വലിയ ആവേശത്തിലാണ് പ്രധാനമന്ത്രി. പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പാലക്കാടാണ്. തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോയാണ് നടക്കാനിരിക്കുന്നത്. പാലക്കാട് നിന്ന് അദ്ദേഹം തൃശ്ശൂരിലെത്തും. സ്വരാജ് റൗണ്ടിലാണ് റോഡ് ഷോയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം പറയാൻ പോകുന്നത് പാലക്കാട്ടെ കോട്ട മൈതാനിയിലാണ്. അവിടെ എന്ത് പറയുന്നു എന്നത് കാതോർക്കുകയാണ് എല്ലാവരും. BJPക്ക് സംസ്ഥാനത്താകെ ആവേശം പകരുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിന്റെ തന്നെ ഉദ്ദേശം. എന്ത് പറയുന്നു എന്നത് എല്ലാവരും കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണകളിൽ പ്രധാനമന്ത്രി വരുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അത് തിരുവനന്തപുരത്ത് നഗരസഭാ ഭരണം, കോർപ്പറേഷൻ ഭരണം പിടിച്ചതിന് ശേഷം പ്രധാനമന്ത്രി എത്തിയപ്പോൾ അത്തരം പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചു, നടന്നില്ല. പിന്നീട് അദ്ദേഹം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി എത്തുമ്പോൾ അത് പ്രതീക്ഷിച്ചിരുന്നു. അവിടെയും അത്തരം പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇവിടെ എന്തെങ്കിലും സർപ്രൈസുകൾ കാത്തുവെച്ചിട്ടുണ്ടോ? വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? എന്താണ് അദ്ദേഹത്തിന് ജനങ്ങൾക്ക് നൽകാൻ പറ്റുന്ന വാഗ്ദാനം? എന്താണ് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി എന്ന് കാത്തിരിക്കുന്ന നിമിഷമാണ്. പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴേക്ക് നമുക്ക് തിരിച്ചെത്താം. അദ്ദേഹം അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.